ഇംഗ്ലണ്ടിനെതിരായ മൂന്നാം ടെസ്റ്റിലും ഡബിൾ സെഞ്ചുറി തികച്ച് യുവതാരം യശസ്വി ജയ്സ്വാൾ. രണ്ടാം ഇന്നിംഗ്സിൽ 231 പന്തുകളിൽ നിന്നാണ് ജയ്സ്വാൾ പരമ്പരയിലെ രണ്ടാം ഡബിൾ സെഞ്ചുറി പൂർത്തിയാക്കിയത്. വിശാഖപട്ടണം ടെസ്റ്റിലും താരം ഡബിൾ സെഞ്ചുറി നേടിയിരുന്നു. രണ്ടാം ടെസ്റ്റിൽ 209 റൺസായിരുന്നു ജയ്സ്വാൾ അടിച്ചെടുത്തത്. മത്സരത്തിൽ 98 ഓവറിൽ 430 റൺസ് എന്ന നിലയിൽ ഇന്ത്യ ഇന്നിംഗ്സ് ഡിക്ലെയർ ചെയ്തു. ഇന്ത്യക്ക് 556 റൺസിൻ്റെ ലീഡുണ്ട്. ജയ്സ്വാൾ 236 പന്തിൽ 214, സർഫസ് ഖാൻ 72 പന്തിൽ 68 പുറത്താകാൻ നിന്നു. പരിക്കിനെ തുടർന്ന് മൂന്നാം ദിവസം റിട്ടേൺ ഹട്ടായി ബാറ്റിംഗ് അവസാനിപ്പിച്ച ജയ്സ്വാൾ ഞായറാഴ്ച വീണ്ടും കളിക്കാനിറങ്ങുകയായിരുന്നു. അതേസമയം ശുഭ്മാൻ ഗില്ലിന് സെഞ്ചുറി നേടാനാകാതെ പോയത് നാലാം ദിനം ഇന്ത്യക്ക് നിരാശയായി. 91 റൺസ് നൽകിയ ഗിൽ റണ്ണൌട്ടാകുകയായിരുന്നു. 196 എന്ന നിലയിൽ ഇന്ത്യ മൂന്നാം ദിവസം കളി അവസാനിപ്പിച്ചത്. സ്കോർ 246 നൽകിയ ഗിൽ റണ്ണൌട്ടായി. 64 ഓവറിലെ അവസാന പന്തിലായിരുന്നു താരത്തിൻ്റെ പുറത്താകൽ. സ്പിന്നർ ടോം ഹാഡ്ലി എറിഞ്ഞ പന്ത് നേരിട്ട കുൽദീപ് യാദവ് റണ്ണിനായി ഓടാൻ ശ്രമിച്ചെങ്കിലും പിന്നീട് പിൻവാങ്ങിയായിരുന്നു. പന്ത് ഇംഗ്ലണ്ട് ക്യാപ്റ്റൻ ബെൻ സ്റ്റോക്സ് പിടിച്ചെടുത്തോടെയാണ് കുൽദീപ് പിന്നോട്ട് പോയത്. ഇതോടെ നോൺ സ്ട്രൈക്കിലായിരുന്ന ഗിൽ ഡൈവ് ചെയ്ത് ക്രീസിലെത്താൻ ശ്രമിച്ചെങ്കിലും അതിനു മുൻപ് തന്നെ ഹാഡ്ലി ബെയിൽസ് ഇളക്കിയിരുന്നു. നൈറ്റ് വാച്ച്മാനായി ഇറങ്ങിയ കുൽദീപ് യാദവാണ് ഞായറാഴ്ച പുറത്തായ മറ്റൊരു താരം. 91 പന്തിൽ 27 റൺസെടുത്ത കുൽദീപ് റഹാൻ അഹമ്മദിന്റെ പന്തിൽ ഔട്ടാകുകയായിരുന്നു. ജയ്സ്വാളും സർഫസും തകർത്തടിച്ചതോടെ ഇന്ത്യൻ സ്കോർ 500 പിന്നിട്ടു.